ഞാനും കൂടെ ഇന്ന് പടം വരയ്ക്കാൻ പോകും. ഞാൻ ഒരു പടം വരച്ചു കൊടുക്കും, അത് നോക്കി വേണം അവള് വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് സെറ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയേക്കുന്ന. ഇതിങ്ങനെ വെക്കും, അതിൽ കയറി ഇരുന്നാലും ഇതിൽ കാണുള്ളൂ. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താണ് ഇവിടെ ഇരുത്തിയേക്കുന്നത്. അങ്ങനെ ഞാൻ പൂവും പൂച്ചേനെയൊക്കെ വരച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. വരച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഞാൻ വിചാരിച്ചു ഡോറേനെ വരയ്ക്കാന്ന്. അതാവുമ്പോ വലിയ പാടില്ലല്ലോ, പാടുള്ളത് എനിക്ക് വരയ്ക്കാനും പാടാണല്ലോ. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഡോറേനെ തന്നെ വരയ്ക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഡോറേന്റെ കൂടെ ടോമിനെയും ജെറീനെയും കൂടെ വരയ്ക്കാം. അവരും കൂടെ ആ സൈഡിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വരയ്ക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം ഞാൻ ഈ ഫോണിൽ തന്നെ ഫോട്ടോ നോക്കിയാണ് വരയ്ക്കുന്ന. നോക്കാതെ എനിക്ക് ഒരു സാധനവും വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. വരച്ചോണ്ടിരുന്നപ്പോഴാണ് മിത്ത് വിളിച്ചിട്ട് പറഞ്ഞത് അന്നദാനം ഉണ്ട്, നമുക്ക് അന്നദാനത്തിന് പോയിട്ട് വരാം. ഇത് കേക്കേണ്ട താമസം ഡൂഡിക്ക് ഡ്രസ്സ് മാറ്റി നമ്മൾ ഇറങ്ങി. 1 മണി കഴിഞ്ഞിട്ടും പോവാന്ന് പറഞ്ഞ ആളെ കാണാനില്ലായിരുന്നു. ലാസ്റ്റ് അങ്ങനെ മിത്തു ചേച്ചിയൊക്കെ വന്ന് നമ്മൾ അന്നദാനത്തിന് പോവേണ്. നമ്മൾ ഇത്ര ലേറ്റായി വന്നുകൊണ്ട് തന്നെ ആള് കുറവായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. അല്ലെങ്കിൽ എന്നും ഇവിടെ നിന്ന് അടിയൊക്കെ കൂടിയാണ് കയറുന്നത്. ഇതിപ്പോ പോയി കഴിച്ചു തിരിച്ചു വന്നു, ഒന്നും അറിഞ്ഞില്ല. തീറ്റയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് വരയ്ക്കാനുള്ള മൂഡ് അത്രയും പോയായിരുന്നു. പിന്നെ എന്നാലും ഇത് തുടങ്ങിയതല്ലേ, കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഡോറയ്ക്ക് ഐലൈനർ വരച്ച സീനാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോഴേ എല്ലാം ഏകദേശം കുളമായെന്നൊക്കെ മനസ്സിലായി. പിന്നെ എല്ലാം ബ്ലാക്ക് ഇട്ട് വരച്ചു വന്നപ്പോ കൊള്ളാന്ന് തോന്നി. ഡൂഡിയിൽ കളർ വാങ്ങിച്ച് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കളർ ചെയ്തപ്പോ തൊട്ടാണ് സത്യം പറഞ്ഞാൽ അത് കൂടുതൽ കുളമായത്. ബ്ലാക്ക് ഇല്ലാത്തോണ്ട് സ്കെച്ചൊക്കെ ഇങ്ങനെ കുത്തിത്തോണ്ടിയൊക്കെയാണ് എടുത്തത്. അതോടെ അതിന്റെ കാര്യത്തിലും തീരുമാനമായിരുന്നു. ആ പേപ്പർ ഫുൾ ബ്ലാക്ക് ആയി. അതുമില്ല, കറക്റ്റ് കളറും ഇല്ലായിരുന്നു. കരിമ്പേൻ അടിച്ച ഡോറയായി. പിന്നെ ഞാൻ ബാക്കി കളർ ചെയ്യാൻ നിന്നില്ല. ഡൂഡിയുടെ പൂവും പൂച്ചയും അല്ലാതെ വേറെ എന്തൊക്കെയൊക്കെയോ സെറ്റ് ചെയ്തോണ്ട് വന്നു. കൈ ഫുള്ളാ ബ്ലാക്ക് ആയതാണ് ഇതിനെല്ലാം കാരണം. ഒന്നുകൂടെ വരച്ചാലോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ എനിക്ക് വയ്യായിരുന്നു. നമുക്ക് അടുത്തേന് സെറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ.